Assalamualaikum, welcome back to our channel arabianqissa. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. ദം ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ബിരിയാണി. പ്രത്യേകിച്ച് കല്യാണത്തിന് ഒക്കെ വെക്കുന്ന ബിരിയാണി ഒരുപാട് ടേസ്റ്റ് കൂടുതലാണ്. കാരണം മറ്റൊന്നുമല്ല, അത് ചെമ്പിൽ വെച്ചതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനത്തെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് മുൻപ് നമ്മുടെ ചാനൽ പുതുതായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണിൽ ആളെന്നും കൂടി പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാത്രം വെച്ചു, നല്ലോണം കത്തിച്ചിട്ട് നമ്മൾ ഗ്യാസിലൊന്നും അല്ല ഉണ്ടാക്കുന്നത്, സാധാരണ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചെമ്പിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 3 ഉള്ളി നമ്മൾ കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്യാനുള്ള ഉള്ളിയാണ് കേട്ടോ, അല്ലാതെ വഴറ്റാനുള്ളതല്ല. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കാൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനിയപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറി ലീഫാണ്. കറി ലീഫ് അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണം. ഓവറാക്കിയിട്ട് ബ്രൗൺ കളർ ആക്കണ്ട, ഒരു ആവറേജ് ബ്രൗൺ ആകുമ്പോൾ കോരി വേറൊരു പാത്രത്തിലേക്ക് ഇടുക. കാരണം നമ്മൾ മാറ്റി വെച്ചാലും അതിൻ്റെ ചൂട് കാരണം ഒന്നും കൂടി ഫ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് നല്ല ബ്രൗൺ കളർ ആവുമ്പോൾ മാറ്റിയേക്കാം. പിന്നെ ആ ഓയിലും സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. ഇത് അവസാനം നമുക്ക് ആവശ്യമുണ്ട്. ഇനി അതേ ചെമ്പിലേക്ക് തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് 2 കിലോ ഉള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് നന്നായിട്ട് വഴന്ന് വരണം, അതുവരെ നമ്മൾ വഴറ്റണം. അതിലേക്ക് കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഗാർലിക്കും അതുപോലെ തന്നെ ചെറിയ ഉള്ളി കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച മുളക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എരിവിനനുസരിച്ചിട്ട് വേണം മുളക് നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കാൻ, പലവർക്കും പല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഈ ജിഞ്ചർ ഗാർലിക്കും എപ്പോഴും ചതച്ചത് ഇട്ട് കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ബിരിയാണിക്കൊക്കെ, നമ്മൾ അരച്ചത് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ. എന്നിട്ട് നന്നായിട്ട് അത് പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനനുസരിച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് മസാലകൾ ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മല്ലിപ്പൊടിൻ്റെ കുത്ത് മാറ്റണം, അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മളിടുന്നത് മുളക് പൊടിയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഇനി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും 2 ടേബിൾ സ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതും മിക്സ് ചെയ്തെടുക്കുക നല്ലോണം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ഉള്ളി വാട്ടിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ അതിനും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇപ്പോഴിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് 2 വിസിലടിക്കുന്നത് വരെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് മാറ്റുന്നത്. ഇനി നന്നായിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കണം, കാരണം 2 വിസിലേ അടിച്ചിട്ടുള്ളൂ. പിന്നെ തീ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി അതുപോലെ നമ്മൾ ഇതിലേക്ക് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ തൈരും ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയില അധികം ആവാതെ നോക്കണം, കാരണം പുതിനയില കൂടുതലായി കഴിഞ്ഞാൽ കയ്പ്പ് വരാനുള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ കുറച്ച് ഇപ്പം ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്.
എന്നിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിക്കുക. ഈ മസാല ബീഫ് ഏകദേശം വന്നതിന് ശേഷം നമ്മൾ അടുപ്പത്ത് നിന്ന് അത് മാറ്റി വെക്കുകയാണ്. കാരണം നമുക്കിനി റൈസ് കുക്ക് ചെയ്യാണ്ട്. അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് തിളക്കണം. അതിനുവേണ്ടി തീ നല്ലോണം കൂട്ടി വെച്ച് കൊടുക്കണം. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത്. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ആ ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ റൈസിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എപ്പോഴും ഒരു പിടി മുന്നിൽ നിൽക്കണം ഉപ്പ് റൈസിലേക്കാണല്ലോ. അപ്പോഴേ ആ റൈസിലേക്ക് ആ ഉപ്പ് നന്നായിട്ട് ചേരുള്ളൂ. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ എടുത്ത റൈസിൻ്റെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 kg ആണ്. അതുപോലെ തന്നെ ബീഫ് 3 kg ആണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി ആ ഓയിൽ അതിൽ മിക്സ് ആക്കുക. ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. നല്ലോണം ഓവർ കുക്കാവരുത്, ഒരു മീഡിയം ലെവലിൽ കുക്കാവാൻ പാടുള്ളൂ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫിലേക്ക് നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. ഗരം മസാല പൊടിയല്ല ഇട്ട് കൊടുത്തിട്ടുള്ളത്, വീട്ടിൽ നമ്മൾ പൊടിച്ചത് ജസ്റ്റ് ക്രഷ് ആക്കിയിട്ട് അത് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കണം. ഇപ്പം നമ്മൾ നേരത്തെ വെച്ച റൈസ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മറ്റേതിലേക്ക് ഇട്ട് കൊടുത്ത അതേ ഗരം മസാല ഇതിലേക്കും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് അതിൻ്റെ ഫ്ലേവർ ഒന്ന് അതിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. റൈസിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ആദ്യം വെന്ത് വരുന്നത് വേണം നമ്മൾ എടുക്കാൻ. നമ്മളത് കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല നമ്മൾ വീണ്ടും അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് ദമ്മിടാൻ വേണ്ടിയിട്ട്. നല്ലോണം തീ കത്തരുത്, ആ ഒരു ലോ ഫ്ലെയിമിലാണ് ഇനി കിടക്കേണ്ടത്. എന്നിട്ട് നമ്മളതൊന്ന് നല്ലോണം അതിൻ്റെ മുകളിൽ ഒന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇങ്ങനെ റൈസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഊറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നല്ല കുക്കാവേണ്ട റൈസ്, ഒരു മീഡിയം ലെവലിൽ കുക്കായാൽ മതി. കാരണം ഇത് ഇനി ദമ്മിൽ കടന്നിട്ടും കുക്കാവാനുള്ളതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പരത്തി നിരപ്പാക്കി വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച ഉള്ളിയും പിന്നെ കിസ്മിസൊക്കെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിലാണ് വീണ്ടും നമ്മൾ റൈസ് ഇടാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് കാണിച്ച പോലെ തന്നെയാണ് നമ്മൾ സെക്കൻഡ് ലെയറും ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ആദ്യം വറുത്ത് വെച്ചത് ഇടുന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടി വരാനുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെയറും ഇട്ട് കഴിഞ്ഞു. ഇനി ഇതൊന്ന് നന്നായിട്ട് പരത്തി നിരപ്പാക്കി കൊടുക്കണം. ഇതാണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ലെയർ. അപ്പോൾ ഇത് നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കണം. ദമ്മ് കിടക്കുമ്പോൾ എപ്പോഴും അമർന്ന് കിടക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ടാണ് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് ഉള്ളി വറുത്തിട്ട് മാറ്റി വെച്ച ഓയിലാണിത്. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ്, നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു 8 ടേബിൾ സ്പൂണൊക്കെ ഗീ ഉണ്ടാവും. അത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് കവർ ചെയ്ത് വെക്കണം. ഇനി ഇതിൻ്റെ ആവി പുറത്തേക്ക് പോകാൻ പാടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ താഴെ കിടക്കുന്ന കനലെടുത്തിട്ട് ഇതിൻ്റെ മുകളിലിടണം.
അങ്ങനെ കുറച്ച് കനലൊക്കെ മുകളിലേക്ക് എടുത്തിടണം. അപ്പോഴാണ് ആ ശരിക്കും ദം ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടുക. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഉള്ള അതേ ടേസ്റ്റാണ് ഇതിൻ്റെ ഈ ബിരിയാണിക്ക്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും